ഇന്ന് നമുക്ക് കേരള SCRT ടെക്സ്റ്റ് ബുക്കിൽ കേരള നിയമസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പഠിക്കാം. 5th ഗ്രേഡിന് SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. കേരള നിയമസഭ കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ എന്ന് പറയുന്നത്. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. ഒന്നുകൂടി പറയാം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമനിർമ്മാണ സഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 ആയിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 27 അതുകൊണ്ട് നിയമസഭാ ദിനമായി ആചരിക്കുന്നു. അതായത് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 അതുകൊണ്ട് തന്നെ കേരള നിയമസഭാ ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നത് ഏപ്രിൽ 27 അതായത് കേരള നിയമസഭാ ദിനം എന്ന് ചോദിച്ചാൽ ഏപ്രിൽ 27 എന്നും ആൻസർ പറയാൻ കഴിയണം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്. PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനയുടെ ഒരു ബേസിക് ഐഡിയ നമുക്ക് പഠിക്കാം. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനമായ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനമായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇനി ഗ്രാമസഭ എന്താ നമുക്കൊരു കുറച്ച് ഡീറ്റെയിൽ പഠിക്കാം. ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. അതായത് ഗ്രാമസഭകളിൽ നമുക്ക് നേരിട്ട് ജനങ്ങൾക്ക് പങ്കാളികളാകാനും തീരുമാനം എടുക്കാനും അതിൽ അവസരം ലഭിക്കുന്നതാണ്. അതാണ് ഗ്രാമസഭ എന്ന് പറയുന്നതും. ചണ്ട ബേസ് ചെയ്തിട്ടുള്ള ബാലാവകാശ കമ്മീഷനെ പറ്റിയുള്ള ക്ലാസ്സും കൂടി നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. താങ്ക് യു.